ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലാണ്. വാഴയ്ക്ക് കൊലച്ച് നിൽക്കുന്നത് കണ്ടോ? ഈ കൊലച്ച് വരുന്ന വാഴയുടെ താഴെയായിട്ട് ചെറിയ ചെറിയ വാഴകൾ ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ വാഴകൾ. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. ഇതിലും ചെറിയ വാഴകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വാഴ ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ചെയ്യാണ്. ചെറുവാഴ തോരൻ. ചെറിയ വാഴയുടെ അകത്തുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് ഇന്നത്തെ നമ്മുടെ തോരൻ. നല്ല കിടിലനാണ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസും ഉപയോഗിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലേനും. നമുക്കെങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ചെറുവാഴ തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ചെറിയ വാഴയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇത് 1-2 പ്രാവശ്യം ഇതിനു മുൻപ് മുറിച്ചെടുത്തതാണ്, പിന്നെ വളർന്നു വന്നതാണ്. എനിക്ക് ഈ റെസിപ്പി ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തതാണ്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ചെറുവാഴയാണ്. പുറത്തെ മുഴുവൻ ഹാർഡായിട്ടുള്ള ഭാഗമൊക്കെ എടുത്ത് കളയണം കേട്ടോ. ഇതുപോലെ മുഴുവൻ കളയണം. പിന്നെ നമുക്ക് കനം കുറഞ്ഞ ചെറിയ ഭാഗമേ കിട്ടുള്ളൂ. തളിരിലേക്കുള്ള ഭാഗം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഈ ചെറുവാഴയെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ കണ്ടോ, തളിരിലയൊക്കെ ഉണ്ട്. തളിരിലോട് കൂടെ തന്നെ എടുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് നാരൊക്കെ ഉണ്ടെങ്കിൽ കളയണം കേട്ടോ. എന്തായാലും തോരൻ വെച്ചാൽ കൂടുതൽ നാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന നാരുകളൊക്കെ കളഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഞാനിത് ഒരു അരിപ്പയിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണും മതി കേട്ടോ. കുറച്ചധികം എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു സവാള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി. ഇവയാണ്. ഈ സവാള അര പീസ് ഇട്ടാലും മതി, കാരണം ഇപ്പോൾ സവാളയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ അര പീസൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നമുക്കിതിനെ പാനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് നല്ല സോഫ്റ്റ് ആയി വരട്ടെ, അതുവരെ വഴറ്റിയെടുക്കാം നമുക്കിതിനെ. അപ്പോൾ അവിടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുവാഴ ചേർക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറേ ഇപ്പോൾ ചേർക്കരുത്. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. കാരണം ഈ ചെറുവാഴ ഒന്ന് ചുങ്ങി വരും. അപ്പോഴേ കൂടുതൽ ഉപ്പ് ചേർത്താൽ പിന്നെ ഉപ്പ് അധികമാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വാഴയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോഴിങ്ങനെ നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ പോക്കറ്റും കാലിയാവില്ല. കുറഞ്ഞതൊരു 6-7 ചെറുവാഴയിലും വേണം കേട്ടോ. ഒരു 3-4 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ തന്നെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അത് നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടിരിക്കും. ഞാൻ ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുവാഴയിൽ നിന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ വാഴയ്ക്ക ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചൊക്കെ വെള്ളമുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ചെറിയൊരു മുറി തേങ്ങ മുഴുവനായിട്ട് തന്നെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കാണുമ്പോൾ തോന്നും അയ്യോ വാഴ കൊണ്ട് തോരനോ എന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒരിക്കലും ഒരു വാഴ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തോരനാണെന്ന് തോന്നൂല കേട്ടോ. എന്നാൽ നമ്മുടെ വാഴപ്പിണ്ടിയുടെ ടേസ്റ്റും അല്ല ഇതിന്. വാഴപ്പിണ്ടിയേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നും. ഇതിനെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കിടിലനായിട്ടുള്ള തനി നാടൻ വിഭവം ചെറുവാഴ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ തോരനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിലോട്ട് ഞാൻ ഒരുപാട് മുളകൊന്നും ചേർത്തിട്ടില്ല. ഒരുപാട് സ്പൈസി ഒന്നും ആയിരിക്കില്ല കേട്ടോ. വറ്റൽമുളകിന്റെ ചെറുതായിട്ടുള്ള ഒരു എരിവുണ്ടാകും. അതുപോലെ പച്ചമുളക് ചേർത്തതുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല.
നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചെറുവാഴ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ചിലവ് കുറവാണിത്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.